അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ അപ്പോൾ നമ്മുടെ ക്യൂആനെ രണ്ടാമത്തെ ഭാഗം ഇതോടുകൂടി നമ്മളെ ക്യൂആൻ എന്ത് ചെയ്യാണ് അവസാനിക്കുകയാണ് കേട്ടോ. അതായത് ഇന്നാള് ഞാൻ അന്ന് ക്യൂആൻ എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കുറച്ച് ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറയും, പിന്നെ ഒരു ഇതും കൂടി എങ്ങാണ്ട് കുറച്ച് ചോദ്യങ്ങളും പറയും. അപ്പം അന്ന് ആഴ്ചയിൽ ബാക്കിയുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടെ എന്ത് ചെയ്യാണ് നമ്മൾ എടുത്തിക്കണേ. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങളെല്ലാവരും ഇന്നലത്തെ വ്ളോഗ് കണ്ടിട്ടുണ്ടാവും. നെസ്വൻ്റെ ബർത്ത്ഡേ ഇനി. അപ്പോൾ സത്യം പറഞ്ഞാൽ ബർത്ത്ഡേക്ക് ഞാൻ ഒന്നും കരുതിയില്ല. ഒക്കെ ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കണം എന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിനി. അപ്പോൾ അതിന് ഞാൻ ഒരു വാച്ച് വാങ്ങി വെച്ചിനി. അത് നിങ്ങൾ വ്ളോഗ് കണ്ട ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ കൂടെ എന്ത് ചെയ്തു, നമുക്കൊരു ടീം ഓക്ക് കുറച്ച് ഗിഫ്റ്റുകൾ തന്നു. അങ്ങനെ ഒക്കെ കൂടെ ആയിട്ട് ബർത്ത്ഡേ അങ്ങോട്ട് അടിപൊളിയായി അല്ലേ. അപ്പോൾ അതൊന്നും എൻ്റെ മനസ്സിലെ പ്ലാൻ ഇല്ലാത്തൊരു സംഭവം ഇനി അതൊക്കെ. അപ്പോൾ ഞാൻ ആ വാച്ച് മാത്രം കൊടുക്കണം, ഒരു വിഷ് ചെയ്യണം എന്നൊക്കെ ഇല്ലേ, അത്രയൊക്കെ ഒരു ബർത്ത്ഡേ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇനി. പക്ഷെ അത് കുറച്ച് സംഭവ ബഹുലമായ. പിന്നെ ഓള് കേക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞിനി വെറുതെ. അതായത് നമ്മളെന്തായാലും ഓള് കുക്ക് ചെയ്താണ്ട് ഓള് സ്വന്തമായിട്ട് കേക്ക് ഇതുവരെ ഉണ്ടാക്കി തന്നില്ല. അപ്പോൾ ഓള് കേക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിനി. അപ്പോൾ അല്ല അങ്ങനെയല്ല, വേറെ കുറെ സംഭവങ്ങൾ ഇജ്ജ് പരീക്ഷിക്കലുണ്ടല്ലോ. അപ്പൊ കേക്ക് എന്താണ് അപ്പം അങ്ങനെ കേക്ക് ഇതൊക്കെ എഴുതിയിട്ടുള്ളൂ. അതിന്റെ കൂടെയാണ് മറ്റുള്ള ആ സംഭവങ്ങളൊക്കെ തന്നത് കേട്ടോ. അപ്പൊ പിന്നെ കേക്ക് ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്ത് അന്ന് അനുവൊക്കെ, അതായത് അനുവൊക്കെ എന്ന് പറഞ്ഞാൽ നിൽക്കാതെ ഓടുകയാണ് കേട്ടോ കഴിഞ്ഞ മാസമൊക്കെ. അതായത് നോൺ സ്റ്റോപ്പ് ഓൻ്റെ വീട്ടിൽ ഓന് നിൽക്കാൻ സമയമല്ല. അപ്പോൾ ചെക്കന്മാരും കൂടെ പോണ ചെക്കന്മാർക്കും ആർക്കും എന്തെങ്കിലും ഒഴിവില്ല, അങ്ങനെ നിൽക്കാതെ ഓടുകയാണ് അവർ. അപ്പം അന്ന് വൈകുന്നേരം ഫ്രീ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഏതായാലും കേക്ക് ഉണ്ടാക്കിക്കണം. അപ്പോൾ അനുവിനോടൊക്കെ പറഞ്ഞ് പിന്നെ വൈകുന്നേരം ഇറങ്ങി പറഞ്ഞപ്പോൾ പോലെ എല്ലാവരും ഒന്നും ചെയ്തിനി. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അല്ലേ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോയി. അപ്പോൾ അങ്ങനെ ബർത്ത്ഡേ ഹാപ്പി അല്ലേ? ഈ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടില്ലേ? ഓര് തന്ന ഗിഫ്റ്റോ മറ്റൊരു ഇഷ്ടപ്പെട്ടു. ആ അപ്പോൾ അതെ അതെ അതെ. അപ്പോൾ നെസ്വക്ക് ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞത്. അപ്പൊ ബർത്ത്ഡേ ഞാനും അങ്ങനെ ബർത്ത്ഡേ വീട്ടിലാണെങ്കിലും ജസ്റ്റ് നമ്മള് വിഷ് ചെയ്യും ഇതാക്കും എന്നൊക്കെ പറയും അല്ലേ. നമ്മളൊരു ഇതിന് ബിഫോർ മാരേജ് ആണെങ്കിലും വിഷ് ചെയ്യും, ഫുഡ് ഉണ്ടാക്കും, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കും. എന്റെ ബർത്ത്ഡേക്കും വെറുതെ ഉമ്മിന് ഓർമ്മ ഉണ്ടെങ്കിൽ എന്ത് ചെയ്തരും, എന്തെങ്കിലും പായസം വെറുതെ ഉണ്ടാക്കി തരും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു ഇതൊന്നും ഇല്ല ഇനി. അപ്പം അങ്ങനെയാണ് ഇത് ബർത്ത്ഡേ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ മേലേക്ക് പോകാൻ കാരണം ഇതൊക്കെയെന്ന് പറയാം. അപ്പോൾ നമ്മളെ ക്യൂആനയിലേക്ക് എന്ത് ചെയ്യാണ് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ പിന്നെ വന്നതിനൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ നെസ്വയും ഇമ്മും തമ്മിലുള്ള ബോണ്ട്. അതാണ് വേറെ ഒരു ഇത് ചോദ്യം വന്നിട്ടുള്ളത്. അങ്ങനെയാണ് അത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. നെസ്വയും ഇമ്മും തമ്മിലുള്ള ബോണ്ട് അല്ല ഞാൻ കണ്ട് മനസ്സിലാക്കി ഞാൻ പറഞ്ഞോണ്ട് ആദ്യം ഇജ്ജ് പറയല്ലേ, ഇജ്ജ് പറഞ്ഞോ. ഞാൻ പറയണോ ഫസ്റ്റ്? അപ്പൊ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാല് ഇപ്പൊ നമ്മളെ സൽമാനും ഞാനും പറയണത് ഡിങ്കു മിങ്കു അറിയില്ലേ, അതേപോലെ നമ്മളെ വീട്ടിലത്തെ ഡിങ്കു മിങ്കു ആണ് ഓളും ഉമ്മും. കാരണം എന്താ വെച്ചാല് ഞാൻ എന്നാലും അവിടെ പറഞ്ഞിക്കണമെന്നുണ്ട്. അതായത് ഇവളോടൊരു കാര്യം പറഞ്ഞിട്ട് ഉമ്മുവിനോട് പറയേണ്ടാറുണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഉമ്മുവിനോടൊരു കാര്യം പറഞ്ഞിട്ട് ഇവളോട് പറയേണ്ടാറുണ്ട് കാര്യമില്ല. അത് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. നമ്മളൊന്ന് പുറത്ത് വരുമ്പോൾ അതിനെ പറ്റി ചർച്ചയൊക്കെ കഴിഞ്ഞ് ഓലൊരു ധാരണയിലൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ എനിക്കങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിക്കണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം ഞാൻ പല കാര്യവും ഓല രണ്ടാളോടും പറയില്ല, അങ്ങനെ കേട്ടത്. കാരണം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പിന്നെ എന്താ വെച്ചാൽ ഓല നല്ല കണക്ഷനാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പിന്നെ ഇതിൽ എനിക്ക് ഞാൻ പഠിച്ചവനോട് നന്ദി പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് നല്ല ഇത് കേൾക്കണേ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏതൊരു ആണിനെ സംബന്ധിച്ചും ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തരും, നമ്മൾ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സമാധാനം ഉണ്ട്. അതായത് നമ്മൾ പുറത്തുനിന്ന് പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇടപെട്ടുകൊണ്ടൊക്കെ നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് നമ്മളെ വീട്ടുകാരുടെ അടുത്ത് നിന്നല്ലേ നമ്മളെ ഭാര്യ നമ്മളെ ഉമ്മ, അതായത് ഓല് രണ്ടാളും ഓക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു സന്തോഷം, നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു എനർജി ഒക്കെ ഉണ്ട്. അത് വേറെ ദുനിയാവിൽ വേറെ ഒന്നിനും കിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് കാലാകാലം പടച്ചോ അങ്ങനെ എന്ത് ചെയ്യട്ടെ നിലനിർത്തി തരട്ടെ എന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കലും തന്നെയാണ്. പിന്നെ ഞാൻ പറയലും ഉണ്ട്. അത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ രണ്ടാളും ഇപ്പം എങ്ങനെയാണോ അതിനെക്കാട്ടിലും അടിപൊളിയായിട്ട് കാലാകാലം ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് മാത്രം മതി. വീട്ടുകാരുടെ സൈഡിൽ പോലെ നമുക്ക് ചെയ്തേണ്ട ഒറ്റ കാര്യമുള്ളൂ. അപ്പം ലോകത്തിൽ ഏതൊരു ആണിൻ്റെ ഏറ്റവും വലിയ സമാധാനം എന്ന് പറഞ്ഞാൽ ഭാര്യ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ആളുകൾ തമ്മിലുള്ള ഒരു നല്ല ബന്ധത്തിൽ പോകുന്ന ഒരു വീടാണെങ്കിൽ അവിടുത്തെ ആണിനൊരു സമാധാനം സന്തോഷം. ഒരു ചെയ്യണ കാര്യങ്ങൾ ഒരിക്കൽ വെച്ചടി മുന്നിക്കല്ല, അതുപോലെ ബാക്ക് പോവില്ല. കാരണം ആ ഒരു എനർജി കിട്ടും. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. അത് ഞാൻ നല്ല എല്ലാവരും ശ്രദ്ധിക്കുക.
അതേപോലെ നമ്മൾ ഭർത്താക്കന്മാർ എന്നുള്ള ലെവലിൽ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കാൻ നോക്കുക. പിന്നെ മനുഷ്യന്മാരല്ലേ, ചെറിയ ചെറിയ തെറ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ എല്ലാവർക്കും പറ്റും. പിന്നെ സൈഡിൽ നിന്ന് പറ്റും, ചിലപ്പോൾ ഓളെ സൈഡിൽ നിന്ന് പറ്റും, ഒക്കെ പറ്റും. ആക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെ സെറ്റാക്കി പോകാന്നുള്ള ഇതിലൊക്കെ ചെയ്യാനുള്ളൂ. ഓക്കെ, സംഭവിച്ചല്ലേ എൻ്റെ സൈഡിൽ നിന്ന് തന്നെ വെച്ചത്. അപ്പോൾ അതൊക്കെ അങ്ങനെ പോകാന്നുള്ള ഇതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഓളും ഇമ്മും നല്ല ബോണ്ടിലാണ്. ഇപ്പം എന്താ വെച്ചാൽ ഓളെ വീട്ടിലേക്ക് നിൽക്കാൻ പോകുമ്പോൾ വരെ രണ്ടാളും കെട്ടിപ്പിടിച്ച് കരഞ്ഞാണ്ടൊക്കെയാണ് പോവുക. കാരണം ഓല് അത്രയും കണക്ഷനാണ്. അങ്ങനെ വർത്താനം ഞാൻ പറയും, എന്നും കാണുന്ന നിങ്ങൾക്ക് എന്താണ് ഇത്രമാത്രം വർത്താനം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, വർത്താനം അങ്ങോട്ട് തുടങ്ങി ഞങ്ങൾ വരെ രാവിലെ സുബൈക്കോട് തുടങ്ങിയാൽ വൈകുന്നേരം വരെ പറഞ്ഞാലും എനിക്ക് തീരില്ല. അപ്പോൾ എന്നും കാണുന്ന ഓരോ മുഖങ്ങൾ എന്താ ഇത്ര പറയാനെന്ന് ഞാൻ ആലോചിക്കലുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. ഞങ്ങൾക്ക് പറയാനില്ല, വേഗം പറഞ്ഞു. എന്നിട്ട് അടുത്ത ചോദ്യത്തിൽ പോവാ, കുറേ ചോദ്യമുണ്ട്. അങ്ങനെ പറയാനെന്ന് പറയുമ്പോൾ ഇങ്ങൾക്ക് തന്നെ എപ്പോഴും കാണലുണ്ടല്ലോ, ഇമ്മ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ഉള്ളൊരു മനുഷ്യനാണ്. ഇപ്പോൾ എന്താ എനിക്ക് ഇപ്പോൾ ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട്, ഓർക്ക് ഇങ്ങനെ കെട്ടിച്ച വീട്ടിൽ നിൽക്കണ അങ്ങനെ ഇഷ്ടമില്ലാത്ത അവിടുത്തമാര് ഇങ്ങനെ പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു വിഷയമില്ല. ഞാൻ നിക്കാ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ 9 months കഴിഞ്ഞില്ലേ. 9 months ഒരു 1 month തികച്ച് ഇത്രയും ദിവസത്തിന്റെ ഉള്ളിൽ എന്റെ വീട്ടിൽ നിൽക്കണമെന്ന് ഡൗട്ട്. അതായത് ഞാൻ ട്രിപ്പ് പോലുണ്ടല്ലോ, നിങ്ങളെല്ലാരും കാണലുണ്ട്. ഞാൻ ട്രിപ്പ് പോകുമ്പോ വരെ ഓള് ഇവിടെ നിൽക്കല്, ഞാൻ ഇവിടെ നിൽക്കല്. ഏകദേശം ഞാൻ ഇന്ന് പോവാൻ നിൽക്കാണ്, ഞാൻ അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ പോയി നിക്കണം, ഭയങ്കര ഡിസ്കംഫേർട്ട് അങ്ങനത്തെ. പിന്നെ കാണാൻ ബുദ്ധിമുട്ട് നമ്മളപ്പോ തന്നെ പോകലുണ്ട്. ഇവിടെ തന്നെയല്ലേ, മഞ്ചേരിയല്ലേ. ഇമ്മു ഭയങ്കര ഒന്നാമത് ഇമ്മു ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇമ്മു എന്താണ് എങ്ങനെയാ അത് എക്സ്പ്ലെയിൻ ആക്കുക, അത്ര മതി. നമുക്ക് അടുത്ത ചോദ്യത്തിൽ പോവാ. അപ്പൊ അങ്ങനെയാണ് ആ കാര്യം കേട്ടോ. പിന്നെ ഉപ്പയും അശ്വയും ആയുള്ള പോണ്ട് ഇപ്പാനായിട്ട് അങ്ങനെയാണ്. സുഫാൻക്ക് സെക്കൻഡ് ഒരു മിനിറ്റ്. സുഹൃത്തുക്കളെ, എങ്ങോട്ട് ട്രിപ്പ് പോവുകയാണെങ്കിലും സുഫാൻക്ക് ലാസ്റ്റ് മിനിറ്റ് ആണ് എനിക്ക് ടിക്കറ്റ് എടുത്ത് തരല്ലോ കേട്ടോ. അപ്പോൾ ദുബായിക്ക് ഇപ്പോൾ വിസ ഇപ്പോൾ റെഡി ആയിട്ടുള്ളൂ. ഇനി ഇപ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കണമെന്നുണ്ട്. ചോദിച്ചോട്ടെ, എന്താ പ്ലാൻ ചോദിച്ചോട്ടെ ബോസ്. വീഡിയോയിലാണ് ഗായ്സ്, ഇതാണ് നമ്മളെ സുഫാൻക. അപ്പോൾ എനിക്ക് ദുബായിക്ക് ടിക്കറ്റ് എടുക്കുകയാണ്. വിസ ഇപ്പോൾ റെഡി ആയിട്ടുള്ളൂ, ഇപ്പോൾ അപ്രൂവ് ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ടിക്കറ്റ് ഞാൻ ഇവിടുന്ന് പറക്കേണ്ടി വരും കൊണ്ടോട്ടിക്ക്. അതല്ല, ഫ്ലൈറ്റ് എപ്പോഴാ? 8 മണിക്ക് എന്നോട് എത്തണം അല്ലേ? നിങ്ങളുടെ ഹസ്ബൻഡിന് എല്ലാ വെക്കേഷനിലും ഇങ്ങനെ കൊണ്ടുപോയിക്കോളിട്ടോ. അപ്പൊ നമ്മളിതാ അന്ന് നമ്മളെ Q&A എടുത്തുകൊണ്ടിരിക്കണതിൻ്റെ അടിയിലാണ് പെട്ടെന്ന് എണീറ്റ് ഓടി ദുബായ് വരെ പോകേണ്ടി വന്നു. പോയി കണ്ട് 4-5 ദിവസം നിന്നിട്ട് ഞാൻ പോകുന്നു കേട്ടോ. കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി പോയത് ഇനി. അപ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ Q&Aക്ക് വീണ്ടും കിടക്കുകയാണ്. അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ Q&Aയിൽ നമ്മൾ അന്ന് ഒരു ചോദ്യത്തിൻ്റെ മറുപടി പറഞ്ഞപ്പോൾ ഇതിനാണ് ഓടേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. അടുത്ത ചോദ്യം എന്താ പറയും? ഏതാ ചോദ്യം? കുറേ ചോദ്യമുണ്ട്. ഇതിലേതാണ് പറയണ്ടേ? ചോദ്യം ഇവിടെ അല്ല, ആ ചോദ്യം ഇവിടെ. അപ്പോൾ Q&Aയിൽ സുഹൃത്തുക്കളെ നമ്മൾ അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്, നെശ്വ പൊസസീവ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ല, ആരാണ് പൊസസീവ് അല്ലേ, അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പൊസസീവിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ നമ്മൾ നെശ്വയെ തന്നെ ക്ഷണിക്കുന്നു. അതായത് പൊസസീവ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ശരിക്കും അറിയോ? അതായത് അതായത് ഇപ്പൊ ഒരു സാധനം, ആ സാധനം ഞമ്മക്കെന്നെ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. അതായത് ഇപ്പൊ എന്റെ കയ്യിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ട്, അത് ഞാൻ ഒരാൾക്കും കൊടുക്കാതെ അങ്ങനെ കൊണ്ടെടുക്കണം. അങ്ങനത്തെ സംഭവം എല്ലാം പൊസസീവിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷെ ഒരു ഉദ്ദേശ പൊസസീവ് എന്താണെന്നല്ല എനിക്കറിയാലോ. അപ്പൊ അതിന്റെ മറുപടി ആര് പറയണോ? ഇജന്നെ പറയണോ? പറയ്. കോള് എടുത്തോ, കട്ട് ചെയ്യണോ? ഹലോ, അസ്സലാമു അലൈക്കും. ആരാണ് പൊസസീവ്? ഞാൻ പൊസസീവ് ആണോ? അല്ലേ? അല്ല, എനിക്ക് അങ്ങനെ. അപ്പൊ എനിക്ക് യശ്വനെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പൊസസീവ് ആണെന്ന് തോന്നിയില്ല. ഞാൻ തിരിച്ചോ പൊസസീവ് ആണെന്ന് തോന്നിയില്ല. അതായത് അങ്ങനെ ഒരു പൊസസീവ്നെസ് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും. പിന്നെ എന്താ ഞാൻ വിചാരിക്കലേ, എൻ്റെ അമ്മ എപ്പോഴും പറയലുണ്ട്,
ഒരു മരത്തിൽ ഇപ്പൊ പച്ചമാങ്ങയും പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ എല്ലാരും പഴുത്ത മാങ്ങ അല്ലേ എറിഞ്ഞു വീഴ്ത്തുക. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. മനസ്സിലായോ? മനസ്സിലായില്ല, ഉദാഹരണം മനസ്സിലായില്ലോ. ഇപ്പൊ പൊസസീവ് നിൽക്കുമ്പോ ഒരു ഉദ്ദേശിക്ക ഇങ്ങളതിൽ എനിക്ക് പൊസസീവ് ഉണ്ടോ ഇല്ലേന്നല്ലേ. ഇപ്പൊ ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്നത് അങ്ങനത്തെ ഒക്കെ കാര്യമല്ലേ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. അപ്പൊ ഇവനിപ്പോ ഒരാൾ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്തുള്ള ക്വാളിറ്റി കൊണ്ടല്ലേ. അപ്പൊ നിങ്ങളൊരു നല്ല ആളും അത്ര ക്വാളിറ്റി ഉള്ള ആളായതുകൊണ്ടല്ലേ നിങ്ങള് സംസാരിക്കണത്. പക്ഷെ എങ്ങനെ പോയത് നിങ്ങൾ ഇന്റേതല്ലേ. അപ്പൊ പിന്നെ എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഉദാഹരണത്തിന്റെ മനസ്സിലായോ? അപ്പൊ എന്തായാലും ഉദാഹരണം പറഞ്ഞേ. അതായത് ഞാൻ പച്ചമാങ്ങയാണ്, പഴുത്ത മാങ്ങയാണ്. പഴുത്ത മാങ്ങയല്ലേ ചാടുക. ഒരു മരത്തിൽ ഇപ്പൊ പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും ഉണ്ടെങ്കിൽ എല്ലാരും പഴുത്ത മാങ്ങനല്ലേ എറിഞ്ഞാണ്ട് നിലത്തേക്ക് വീഴ്ത്തുക. അതിനല്ലേ എല്ലാവർക്കും ആവശ്യക്കാര്. പച്ചമാങ്ങന ആർക്കെങ്കിലും വേണോ? ഇല്ല, പച്ചമാങ്ങ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. സുഹൃത്തുക്കളെ, ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിച്ചാൽ അത് ആകെ ക്ലാഷ് ആവും. അപ്പൊ ശരി, അപ്പൊ നമ്മൾ ഓവറായിട്ട് ആ വിഷയത്തിലേക്ക് കിടക്കണില്ല. പൊസസീവിനെ കുറിച്ച് പറയാനുള്ളതാണ്. ഇപ്പൊ തിരിച്ച് ഞാൻ അങ്ങോട്ടാണെങ്കിലും അല്ലേ, അതായത് ഞാൻ അവളോട് എപ്പോഴും പറയലുണ്ട്, നമ്മളെന്താ വെച്ചാൽ നമ്മളായിട്ട് നിൽക്കുക എവിടെയാണെങ്കിലും, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല. നമ്മുടെ അടുത്ത് ആൾക്കാർ എന്നോട് സംസാരിക്കുക, നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്ത് വിടുക എന്നല്ലാതെ പിന്നെ അവിടെ ഒരു ഇതിൻ്റെ വേറൊരു പൊസസീവ് വരേണ്ടത് ആവശ്യമൊന്നും നമുക്ക് പരസ്പരം അറിയാലോ. അപ്പോൾ അതാണ് പൊസസീവിനെ കുറിച്ച് പറയല്ലോ. കൂടുതലും നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കണില്ല. പിന്നെ അതാ നല്ലത്. പിന്നെ വേറെന്താണ്, എങ്ങനത്തെ രീതിക്ക് ഡ്രസ്സ് ധരിക്കണതാണ് ബാസിലിന് ഇഷ്ടം. നശ്വ എങ്ങനത്തെ രീതിക്ക് ഡ്രസ്സ് ഇടുന്നതാണ് ബാസിലിന് ഇഷ്ടം എന്നാണ് വേറൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അത് ഓക്ക് ഇഷ്ടമുള്ളത് ഏതും കഴിക്കാം. അതാണ് ഒരു നിർവചനം കൊടുത്തിരിക്കണത്, അതാണ് അല്ലേ. അതായത് അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ എന്റെ ഇഷ്ടത്തിന് ഇതാക്കണേ. പിന്നെ ഞാൻ ഡ്രസ്സ് എടുക്കുമ്പോ ഓൾമോസ്റ്റ് നമ്മൾ ഒരുമിച്ച് പോവല്ലേ. ഞാൻ ഇതല്ല നമ്മളിങ്ങനെ പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ പറയുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് അല്ലെങ്കിൽ ഇട്ടിട്ട് കാണിച്ചു കൊടുക്കും, രസം ഉണ്ടോന്ന് കാണിച്ചു കൊടുക്കും. രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കല്ലോ. അതായത് ഈ ഡ്രസ്സിന്റെ കാര്യത്തിലൊന്നും ഞാൻ അങ്ങനെ ഓളോട് പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അതായത് ഓക്ക് ഇഷ്ടമല്ല ഡ്രസ്സ് ഇടാം. അത് അതിൽ പിന്നെ എനിക്കൊരു ഇതില്ല, ആഗ്രഹമല്ല എന്താ വെച്ചാൽ മാന്യമായ വസ്ത്രമായിരിക്കണം, അത്രേ ഉള്ളൂ. അത് ആരായാലും ആഗ്രഹിക്കും. ഇട്ടിട്ട് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടാൽ മാത്രമേ. പിന്നെ ഓളെന്താ വെച്ചാൽ ഏതൊരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും എനിക്ക് കാണിച്ചു തരും. അപ്പം ഞാൻ പറയും എനിക്കിത് കാണിച്ചു. ഇപ്പോൾ ഓളൊരു ഡ്രസ്സ് എടുക്കാം, പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഓളോട് ആകെ ഞാൻ ആവശ്യപ്പെട്ടുള്ള കാര്യം എന്താ പറയുക, ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ എന്നെ കൊണ്ടുവരുത്. അപ്പൊ ഒന്നെങ്കിൽ താത്താൻ്റെ അപ്പോഴോ അല്ലെങ്കിൽ ഇമ്മൂൻ്റെ അപ്പോഴോ ഞാൻ എല്ലാം അയച്ച് മഞ്ചേരി പോകുന്ന സമയത്ത് അവിടെ നിന്ന് എനിക്ക് കമ്പനിക്കാരിലെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഓലെ കൂട്ടി പോകാം, ആരെ കൂട്ടിയും പോകാം, ഒന്നും വിഷയമല്ല. അപ്പൊ ആ ഡ്രസ്സ് എടുക്കലിന് എന്നോട് ഒഴിവാക്കി തരും. അതാണ് ആദ്യം ചെയ്തേണ്ട ഒരു പണി, ഒരു പരിപാടി. എന്നിട്ട് ഓൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു 100 പുളിനെ വിളിച്ചു. എന്നിട്ട് ഈ ഡ്രസ്സിനൊക്കെ ഓരോ പേരുകളുണ്ടല്ലോ, എന്താ ബേബി സൂട്ട് അങ്ങനെ എന്തൊക്കെ അല്ലേ, അങ്ങനെ എന്തൊക്കെ ഒരു പേരൊക്കെ നമ്മൾ പറഞ്ഞില്ലേനോ, എന്തോ അങ്ങനെ എന്തൊക്കെ പേരൊക്കെ പറഞ്ഞുതരും. പൊന്നാര സുഹൃത്തുക്കളെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എനിക്ക് ഡ്രസ്സിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഈ പേരുകളൊക്കെ എന്നോട് പറയും. ഈ പേര് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം, എനിക്കിതിനെ പറ്റി അറിയൂല. അപ്പം ഞാൻ അവളോട് പറയൂ, എന്നിട്ട് ഓരോ ഫോട്ടോ അയച്ചു തരും, ഇതെങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ട്. ഞാൻ പറയും പൊന്നാര മകളെ, അനക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് അത് എടുത്തു പോരുക. ഇതിനെ പറ്റി ഒരു അഡ്രസ്സ് ഒരു ഐഡിയ ഇല്ലാത്ത ഇന്നോട് ഈ ഡ്രസ്സിനെ പറ്റി ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. നേരെ മറിച്ച് എൻ്റെ ഏതെങ്കിലും കുറച്ച് തുണക്കാരത്താലോട് ചോദിച്ചു നോക്ക്, എനിക്ക് ഉപകാരപ്പെടും, അല്ലെങ്കിൽ താത്താനോട് ചോദിച്ചോ. അപ്പോൾ ഇതിനെപ്പറ്റി അറിയണവരോട് ചോദിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് എടുത്തു പോരുക. അതാണ് ഞാൻ ഡ്രസ്സിനെ കുറിച്ച് പറയുന്നത്. അതിലൊറ്റ കൺസേൺ ഉള്ളൂ, മാന്യമായ വസ്ത്രമായിരിക്കണം. അത് ഏതും ഓക്കെ എന്ത് ചെയ്യുക, ഓക്ക് ഇഷ്ടമുള്ളത് ഇടാം, ഓളെ ഇഷ്ടത്തിന് ഓക്കുള്ള ഡ്രസ്സ് ഇടാം. അല്ലെ അപ്പോൾ വേറെ ആളിടുന്ന ഡ്രസ്സ്, ഓളെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അല്ലേ, അപ്പോൾ ഓളെ ഡ്രസ്സ് ഇന്ന തന്നെ ഇടണം ഇന്ന തന്നെ ഇടണം പറഞ്ഞിട്ട് എനിക്കിപ്പോൾ അങ്ങനെ നിർബന്ധിക്കാൻ അതിൻ്റെ റൈറ്റ് എനിക്കില്ല. അതേമാതിരി തിരിച്ചിങ്ങോട്ടും അല്ലേ എൻ്റെ പിന്നെ ഞാൻ തന്നെ ഇതാക്കൽ. അതേമാതിരി പിന്നെ ഞാൻ നാളെ പറഞ്ഞൊരു വിഷയം, നമ്മളെ കഴിഞ്ഞ Q&A പറഞ്ഞു, ഡ്രസ്സ് എടുക്കാൻ പോകുമ്പം സമയത്തിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ ഓപ്പോസിറ്റ് നമ്മളെ നിന്നുകൊണ്ട് എടുത്തു തരുന്ന ആൾക്കാരെ ജസ്റ്റ് ഒന്ന് നമുക്ക് പരിഗണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ള മാത്രമാണ് ഈ ഡ്രസ്സിൻ്റെ വിഷയമായി പറഞ്ഞിട്ടുള്ളത്. അതായത് ഞാൻ ഇന്ന ഇടണം, പിന്നെ നെക്സ്റ്റ് ഇവിടുന്ന് ഡ്രസ്സ് എടുക്കലെന്ന് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് എൻ്റെ ഡ്രസ്സ് കാണുമ്പോൾ. അപ്പം അങ്ങനെ ഇന്ന സ്ഥലമൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ ഒരു സ്ഥലമൊന്നുമില്ല. എവിടുന്ന ഇഷ്ടപ്പെട്ടത് കണ്ടാല് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എടുക്കാതെ ഇറങ്ങി പോരും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യല്, അല്ലാതെ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് ഡ്രസ്സ് സ്ഥിരമായിട്ട് എടുക്കുക അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ പെരിന്തൽമണ്ണ എടുക്കുന്ന ആളാണ്, മഞ്ചേരിയിൽ അതേപോലെ ഇവിടുന്ന് നിലമ്പൂരിൽ നിന്ന് എടുക്കും, എല്ലായിടത്തുനിന്ന് എടുക്കും. അതായത് എവിടുന്നാണ് ഇതാവണമെന്നുള്ളത് അങ്ങനെ എടുക്കും. അങ്ങനെ സ്ഥിരം അങ്ങനെ എല്ലായിടത്തുനിന്ന് എപ്പോഴും എടുക്കും വേണ്ട.
ഇനിയിപ്പോ അടുത്ത ഡ്രസ് എടുക്കാനായി. കല്യാണം വരുന്നുണ്ട് അല്ലേ? കല്യാണം വരുന്നുണ്ട് കാക്കുവിന്റെ. ആ ഓക്കെ ഓക്കെ. അപ്പോൾ അതാണ് ഡ്രസ്സിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ചോദ്യം, ഉപ്പയും നശ്വയും തമ്മിലുള്ള ബോണ്ട് നമ്മൾ അന്ന് സംസാരിച്ചിനോ? അന്ന് ഇപ്പാന്റെ പറഞ്ഞന്ന് അങ്ങനെ പറഞ്ഞിക്കണോ എനിക്ക് അറിയില്ല. ഇപ്പൊ നെയ്ബറിന് വരയ്ക്കും മുടിയൊക്കെ വെട്ടി വന്നു. ഇപ്പാൻ്റെ ബോണ്ട് എങ്ങനെ? നിങ്ങള് പറയും, നിങ്ങളല്ല പറയണ്ടേ, ഇജ്ജ് പറയേ, അത് ആദ്യം ഇജ്ജ് പറയണം, എന്നിട്ട് പിന്നെ ഞാൻ അതിനെ കുറിച്ച്. എനിക്ക് അവിടുത്തെ പണ്ട് ഉള്ള അതേപോലെ തന്നെയാണ് ഇവിടെ, ഡിഫറൻസ് ഒന്നുമില്ല. നല്ല ഒരു പക്ഷെ ഇങ്ങളെയും കാട്ടിലും ഇപ്പാൻ്റെ സംസാരിക്കാൻ അല്പം ഞാനേ അല്ലേ. പൊതുവെ പണ്ട് മുതലല്ലേ നമ്മളെ എല്ലാവരും ഇതാണ്, അത് ആൺകുട്ടികൾ ഇപ്പാനായിട്ട് ഒരു ചെറിയൊരു ദൂരം. ശരിക്കും അതിന്റെ ആവശ്യമില്ല കേട്ടോ, അതിന്റെ ആവശ്യമില്ല. പക്ഷെ അത് ചെറുപ്പം മുതലേ ഒരു ക്വാളിറ്റി എന്താ അറിയോ, ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം വരെ ഇപ്പൊ അന്വേഷിച്ചിട്ട് ചെയ്യും, ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. എല്ലാരെ കുറിച്ചും നല്ല നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യും. പിന്നെ ഇപ്പാക്കില്ല ഒരൊറ്റ എന്താ അറിയോ, പഠിക്കുക. അതിനും വേണ്ടി എന്തും ചെയ്തു തരും, പഠിച്ചാൽ മതി ഇപ്പാക്ക്. അത് ഞാര് എന്ത് പഠിക്കുകയാണെങ്കിലും അതിൻ്റെ A to Z ഇപ്പം എത്ര റിസ്ക് എടുത്തിട്ടാലും ചെയ്തു തരും, പഠിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യത്തിൽ ഇപ്പം യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ അങ്ങനെ അത്ര ടോപ്പായിട്ട് പഠിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ ഇന്നാൾ പറഞ്ഞത്, ഞാൻ എൻ്റെ ആവശ്യത്തിന് പഠിക്കുന്ന ആളാണ്. എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ നടന്നിങ്ങനെ പോയാൽ മതി, അതിൻ്റെ പഠിത്തം പഠിക്കും, അത്രേ ഉള്ളൂ. ബാക്കി ഫുള്ള് ഞാൻ എൻ്റെ കളികൾക്കും അല്ലാത്ത ഇതിനൊക്കെയാണ് ഞാൻ സമയം കളയട്ടോ. പക്ഷെ താത്ത അങ്ങനെയല്ല, താത്ത നല്ലോണം പഠിക്കും, ഓള് ഭയങ്കര എഫേർട്ട് ഇടും, നല്ലോണം പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇവളോടും ഇപ്പം പറഞ്ഞതാണ് പഠിക്കാൻ പോകണം അല്ലേ. അതായത് ഓക്കും ഓക്കും ആഗ്രഹമുണ്ട്, നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ എന്താ വെച്ചാൽ വെറുതെ ഇരിക്കരുത്. അത് ഇപ്പം എപ്പോഴും പറയാണ് ജോലി വേണം. എനിക്ക് എന്താ പറയുക, എനിക്ക് പഠിക്കാൻ പോണത് ഇഷ്ടമാണ്. അതായത് എനിക്ക് ഓരോ നേരത്തെ ഓരോ മൂടാ. ചിലപ്പോ ഇപ്പൊ എനിക്ക് പഠിക്കാനാ താല്പര്യം, ജോലിക്ക് പോകാൻ താല്പര്യമില്ല. ഇനി കുറച്ച് എനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യം ഉണ്ടാവും. പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ മൈൻഡ് ഇങ്ങനെ കംവേർട്ട് ആവുന്നുണ്ട്. എനിക്കിപ്പോ ഞാന് ഒരു ഫീൽഡിലേക്ക് എനിക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഇങ്ങനെ തോന്നുക, മേ ബി എന്തെങ്കിലുമൊക്കെ ആവുപ്പെടുത്തും. അപ്പൊ അത് എൻ്റെ ഇഷ്ടം, അതൊക്കെ എൻ്റെ ചോയ്സാണ്. അപ്പൊ അതാണ് ഇപ്പാനെ കുറിച്ച് പറയാനുള്ളതാണ്. ഒന്നാമത് ചില ഇതൊക്കെ നമ്മൾ എടുത്തു ചാടി എടുക്കുന്ന തീരുമാനം കാരണം കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് അന്തം വെക്കുക, ഇന്നതല്ല വേറെ ഒന്നാണ് നല്ലത് എന്ന് തോന്നും. അനക്ക് പ്രത്യേകിച്ച് സത്യം. കാരണം എന്താ വെച്ചാല് ഞാൻ ഒറ്റടിക്ക് എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ഡിസിഷൻ മേക്കിങ്ങില് ഇവള് കുറച്ച് ഭയങ്കര ഫെയിലിയറാ. അതായത് ഇപ്പൊ ചില കാര്യങ്ങള് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഇന്ന് തന്നെ ചെയ്തിട്ടുണ്ടാവും, നമുക്ക് നാളെ ഇന്ന വഴിക്ക് പോകണം കേട്ടോ. പക്ഷെ ഉണ്ടല്ലോ ഞാനിപ്പോ കുറെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, കുറെ മാറ്റം വന്നു. ഞാൻ അവളോട് ചിലപ്പോ തലേന്ന് പറയും നമുക്ക് നാളെ ഇന്ന പരിപാടികളൊക്കെ ഉണ്ടോ എന്ന് പറയും. എന്നാലും ആ പരിപാടിക്ക് വേണ്ടിയില്ല, അതായത് ഓള് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി കാരണം, അതായത് അതിന്റെ ഓരോ കാര്യങ്ങള് അത് ചെയ്യണോ ഇത് ചെയ്യണോ അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അത് അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വേണോ, അത് ചെറിയ കാര്യമായി കാരണം. അപ്പം അത് ഞാൻ ഇപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച ഞാനോടൊന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലേ, ഡിസിഷൻ മേക്കിങ് അത് മാറ്റണം അല്ലേ, വല്ല മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം ഇപ്പൊ ഞാനാണെങ്കിൽ നേരെ തിരിച്ചാൽ എന്താ അറിയോ, എനിക്ക് എന്താ പറയാ എന്താ പറയാ, അല്ല ഞാനാണെങ്കിൽ നേരെ തിരിച്ചാണ്. ഞാൻ ഇപ്പൊ നാളെ ഒരു ബൈക്ക് പോകണമെങ്കിൽ അതിന്റെ A to Z ഫുൾ പ്ലാനിന്റെ അടുത്തുണ്ടാവും. ഏത് സമയത്ത് ഇറങ്ങണം, ഏത് സമയത്ത് തിരിച്ച് ഇവിടെ എത്തണം, അതിന്റെ ഇടയിൽ എന്തൊക്കെ നടക്കണം, അങ്ങനെ ഫുൾ പ്ലാൻ ചെയ്തിട്ട് ഞാനൊരു പരിപാടിക്ക് നിൽക്കുള്ളൂ. ഓളാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുകയും ചെയ്യും. ഞാൻ ഇവനിപ്പോ ഇന്നിപ്പോ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് ഒരു 100 വട്ടം ആലോചിക്കും. ഇപ്പൊ ഇന്നിപ്പോ ഞാനിവിടെ സ്റ്റേ ചെയ്ത് ഇന്ന ഡ്രസ്സ് ഇട്ടാല് ആ സമയത്ത് അങ്ങനെ വരുമോ, അത് ഇവൻ ഡ്രസ്സിന്റെ കാര്യത്തിൽ വരെ ഞാൻ അങ്ങനെ തിങ്ക് ആവും. ഈ ഡ്രസ്സ് ഇപ്പൊ ഇന്ന ഒക്കേഷനിൽ ഇട്ടാല് ആ ഡ്രസ്സ് ഇപ്പൊ ആ ഒക്കേഷനിൽ ഇടാൻ പറ്റും, ആ ഒക്കേഷനിൽ ഇട്ട് എങ്ങനെയോ, ആ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് കാണാം. അപ്പൊ അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെ സിമ്പിൾ ആയിട്ട് കാണുന്ന പോലെ കാണുമ്പോ അസൂയാണ്, കാരണം എനിക്ക് വെക്കണില്ല അങ്ങനെ സിമ്പിൾ ആയിട്ട്. ഓവർ എന്തിനാണ് സുഹൃത്തുക്കളെ നമ്മളെ സമയം അങ്ങനത്തെ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണത്, വെറുതെ ഒരു കാര്യമില്ല. പക്ഷെ ഞാൻ നല്ല ടൈം അപ്പൊ റെഡി ആക്കി എടുക്കുക, റെഡി ആക്കണോ. അടുത്ത് ഞാൻ ഇടങ്ങാറാവും. അടുത്ത താത്തയും നശ്വിയും തമ്മിലുള്ള ബോണ്ടാണ്. ഇജ്ജ് പറഞ്ഞാൽ മതി, ആദ്യം ഇജ്ജ് പറയുന്നതിനെ പറ്റിയൊക്കെ എന്നിട്ടല്ലേ ഞാൻ പറയാം. എന്റെ വീട്ടില് ഞാനാണ് വലിയ കുട്ടി, അപ്പൊ എന്റെ താഴെ 2 അനിയത്തിമാരാണ്. അപ്പൊ എനിക്ക് താത്താരുണ്ടാവുക, അല്ലെങ്കിൽ എന്തേലൊക്കെ ഒരു കാര്യം ചോദിക്കാന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തേലൊക്കെ ഷെയർ ചെയ്യാന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഇതായിരുന്നു. അപ്പൊ അത് എനിക്ക് ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് അങ്ങനത്തെ കാര്യത്തിനൊക്കെ പറ്റുന്നുണ്ട്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സംസാരിക്കാനാണെങ്കിലും, ഇപ്പൊ താത്ത എനിക്ക് ഡ്രസ്സൊക്കെ എടുത്തരുമ്പോ എനിക്ക് എനിക്ക് അങ്ങനെ ഇപ്പൊ ഇന്നിപ്പം നമ്മൾ എടുക്കുന്നല്ലാതെ
അങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് തരിക സർപ്രൈസ് അങ്ങനെ ഒന്നും ആരും തരാത്തോണ്ട് താത്താരും കാക്കാരൊന്നും ഇല്ലല്ലോ. അപ്പൊ അതിലൊക്കെ നല്ല ബ്ലെസ്ഡ് ഫീലിംഗ് ആണ്. പിന്നെ താത്താന്റെ 2 കുട്ടികള് അതിലേറെ ബ്ലെസ്ഡ് ആണ്. പിന്നെ അളിയാക്കാണെങ്കിൽ അതിലേറെ അടിപൊളിയാണ്. ഓല ആ ഒരു ഫാമിലി എന്ന് പറയുന്നത് ശരിക്കും ഒരു ബ്ലെസ്ഡ് തിങ് ആണ്. അതായത് ഞാൻ എപ്പോഴും പറയലുണ്ട്, അതായത് അളിയാക്കാനും താത്താനിയാണ് ഞാൻ എപ്പോഴും അതായത് ഒരു റോൾ മോഡൽ ആക്കിയാണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയൊരു കപ്പിളാട്ടോ. ഭയങ്കര സ്നേഹം, ഭയങ്കര അതായത് കുറച്ച് ഓവർ സ്നേഹമാണ്, അത്ര ആവശ്യം ചെയ്യരുത്. അതായത് ഒരു തമ്മിൽ ഭയങ്കര താത്ത നമ്മളെ വീട്ടിൽ വന്ന് നിക്കല് കുറവാണ്. അതായത് താത്ത അളിയാക്കാനായിട്ട് പോരൂല, അളിയാക്ക താത്താനെ ഇടൂല. അങ്ങനെ ഭയങ്കര ഒരു നേക്കാണ്. അപ്പൊ നമുക്ക് റോൾ മോഡലാക്കി ഞാൻ എടുക്കണ ഒരു കപ്പിളാണ് എന്റെ താത്തിന്റെ അളിയാക്കി, നമുക്ക് ധൈര്യമായിട്ട് പറയാലോ. പിന്നെ എന്നോട് ഭയങ്കര സ്നേഹം, ഭയങ്കര നേക്കാണ്. നിങ്ങൾ പറയും ഞങ്ങളെ ബോണ്ട് നിങ്ങള് അടിപൊളിയാണ്. പണ്ട് ബർത്ത്ഡേക്ക് താത്തയാണ് അന്ന് ആ സംഭവങ്ങളൊക്കെ വരച്ച് എഴുതി കൂട്ടി സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കി തന്നെ. ബർത്ത്ഡേക്ക് അല്ല, നമ്മളെ ക്യാൻഡിൽ ലൈറ്റ് ഇനിയിപ്പോൾ എനിക്ക് ആൾക്കൊന്ന് സന്തോഷമായിക്കോട്ടെ പറഞ്ഞാണ്ട് ഓളയാണ് ഇങ്ങോട്ട് പോലെ പറഞ്ഞാണ്ട് അതൊക്കെ വരച്ച് സെറ്റപ്പ് ആക്കിയാണ് തന്നത്. അപ്പോൾ അതാണ് താത്താനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ബാസിൽസ് ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് രാവിലെ 4:55 എണീക്കും. സ്പീഡ് പറഞ്ഞോ. രാവിലെ 4:55 എണീറ്റിട്ട് പ്രഭാത കർമ്മ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി ഒക്കെ കഴിയും. എന്നിട്ടൊരു ബാങ്ക് കൊടുക്കണീൻ്റെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്, ബാങ്ക് കൊടുക്കണീൻ്റെ അല്ല നിസ്കരിക്കണീൻ്റെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മുന്നേ ഫുള്ള് റെഡി ആയിട്ട് പള്ളിക്കൊക്കെ പോകും. സുബഹി നിസ്കരിക്കും. അവിടുന്ന് നേരെ ജിമ്മിന്. എന്നിട്ട് ജിമ്മിന് പോയിക്കാണ്ട് ഒരു 8-8:15 ആകുമ്പോഴത്തേനും വീട്ടിലെത്തും. വീട്ടിൽ വന്നിട്ട് നേരെ വന്നിട്ട് ഒരു പ്രോട്ടീൻ പൗഡർ കുടിക്കും ആദ്യം. എന്നിട്ട് ഫ്രഷ് ആയിട്ട് വരും. ഫ്രഷ് ആയിട്ട് വന്നിട്ട് 2 മുട്ട 2 പഴം കഴിക്കും. ഇതല്ലേ. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ സ്കൂളിൽ പോകും. സ്കൂളിൽ നിന്ന് ഫുഡ് കഴിക്കുക, നിസ്കരിക്കുക, പോവാ, ഫുഡ് കഴിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വീട്ടിൽ വരിക. വൈകിട്ട് വീട്ടിൽ വന്ന് ഉടനെ ഗോതമ്പ് പുട്ട് കിട്ടണം നിർബന്ധം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്കൂൾക്ക് പോകണ വയ്ക്ക് രാവിലെ കുക്കുംബർ കഴിക്കും. ഒരു കക്കരിക്കും ഒരു 3 ക്യാരറ്റും വാങ്ങി പോകും ഒരു പച്ചക്കറി കടയിൽ നിന്ന്. സ്കിൻ കെയർ അല്ല, ഒരു കോട്ട് ഉണ്ടായല്ലോ, അതായത് മമ്മൂട്ടി പറഞ്ഞൊരു കോട്ടാണ് എനിക്ക് ഇവിടെ ഓർമ്മ വരുന്നത്. മമ്മൂട്ടി ഈ ഭക്ഷണത്തിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞു, ഭക്ഷണം പോലെ മരുന്ന്, അതായത് മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം പോലെ മരുന്ന് കഴിക്കേണ്ടി വരില്ല. അതായത് അത് മമ്മൂട്ടി വേറൊരു രീതിയാണ് അവിടെ പറഞ്ഞത്. അതായത് മമ്മൂട്ടി പറഞ്ഞ എങ്ങനെയാ വെച്ചാൽ ഭക്ഷണത്തിനെ കുറിച്ച് മമ്മൂട്ടി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കോട്ടാട്ടോ. അത് ഞാൻ ഭയങ്കര ഇൻസ്പയർ ആയ ഒരു സംഭവമാണ്. അത് നമുക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആവുന്ന ഒരു കാര്യമാണ് മമ്മൂട്ടിയെ പറഞ്ഞത്. അതായത് മരുന്ന് പോലെ ആഹാരം കഴിച്ചാൽ ആഹാരം പോലെ മരുന്ന് കഴിക്കേണ്ടി വരില്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ആ ഒരു കോട്ട് മമ്മൂട്ടി പണ്ടൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. ഞാൻ കുറച്ച് മുമ്പ് ഇങ്ങനെ കേട്ടാണത്. പക്ഷെ അത് ഞാൻ കേട്ടിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടത്, അവിടെ സ്ട്രൈക്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. അത്ര നല്ലൊരു കോട്ടാണ് അല്ലേ. മൂപ്പര് പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവരും ചിന്തിച്ചു നോക്കാം. മരുന്ന് പോലെ ആഹാരം കഴിച്ചാൽ ആഹാരം പോലെ മരുന്ന് കഴിക്കേണ്ടി വരില്ല. അപ്പോൾ ആ ഒരു സാധനം. പിന്നെ മാത്രമല്ല നമ്മൾ ഈറ്റ് ഗ്രീൻ സ്റ്റേ ഹെൽത്തി. അതായത് നമ്മൾ പച്ചക്കറികൾ ഇല്ല, ഞാൻ പോകുമ്പോൾ വാങ്ങി കഴിക്കണല്ലേ. അപ്പോൾ എനിക്ക് വീട്ടിൽ കഴിക്കാമല്ലോ, അതിന് ഓപ്ഷൻ ഉണ്ടല്ലോ. അടുക്കളയിൽ പോയി എടുത്ത് കഴിക്കാം. പക്ഷെ കഴിക്കണില്ല. അപ്പോൾ അത് ആരെ കുറ്റാണ്. അപ്പം അങ്ങനെയാണ് ഇത്. അപ്പൊ അങ്ങനെ വീട്ടിൽ നിന്ന് വൈകുന്നേരം വന്ന ഉടനെ ഗോതമ്പ് പുട്ട് അത് അതോടുകൂടി ഫുഡ് കഴിഞ്ഞു. പിന്നെ നൈറ്റ് ഒന്നും കഴിക്കലൊന്നുമില്ല. പിന്നെ കഴിക്കാന്ന് വെച്ചാൽ ഫ്രൂട്ട്സ്, പിന്നെ ഈ സ്വീറ്റ് കോൺ ഇല്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ കഴിച്ച്. പിന്നെ ചിക്കന്, ബീഫ്, മീൻ ഇതുണ്ടെങ്കിൽ വേണമെങ്കിൽ എല്ലാ നേരവും കഴിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ രാത്രി ഒരു 9 മണി ഒക്കെ ആകുമ്പോൾ വെല്ലം അങ്ങാടിയിൽ നിന്ന് ഇങ്ങനെ പോരും. 9 മണി 9:15 9:30 ആകുമ്പോൾ വെല്ലം ഇങ്ങനെ അങ്ങാടിയിൽ നിന്ന് ചെക്കന്മാരൊക്കെ കണ്ടിങ്ങനെ പോന്നിട്ട് ഒരു 10 മണി ജിമ്മിന് പോണതിന് മുന്നേ വീറ്റ് ബ്രെഡും പീനട്ട് ബട്ടറും. ജിമ്മക്ക് പോണതിന് മുന്നേ ഒരു വീറ്റ് ബ്രെഡ് എടുത്തിട്ട് അതിന് പീനട്ട് ബട്ടറൊക്കെ ആക്കിയിട്ട് അതും കഴിക്കും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഫുഡ്. ഒരു നോർമൽ ഡേയ്സ് ഡേ ഇൻ മൈ ലൈഫാണ് ഇപ്പോൾ പറഞ്ഞത്. വിയർക്കുണ്ട്, നിന്ന് വിയർക്കാണ്. അതിൻ്റെ ഒരു പണ്ട് മുതലേ പ്രശ്നമാണ്, വെറുതെ എന്നാ വിയർക്കും. അപ്പം ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ. അടുത്ത ചോദ്യം, നൈസ്വ മേക്കപ്പ് ഇടുന്നത് ബാസിലിന് ഇഷ്ടമോ? അതാണ് വേറൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഓള് പിന്നെ എന്താ വെച്ചാൽ അങ്ങനെ ഓവറായിട്ട് മേക്കപ്പ് സാധനങ്ങളൊന്നും യൂസ് ചെയ്യില്ല. കുറച്ച് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യും അല്ലേ. അതിന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എന്താ വെച്ചാൽ അതിലിപ്പോൾ എനിക്ക് പറയാമല്ലോ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് ഇപ്പോൾ ഇവിടുന്നോട് പറഞ്ഞുതരാം. അതായത് അവനാൻ്റെ തടിയാണ്, അത് അവനാ നോക്കുക. പിന്നെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ നല്ല സാധനങ്ങളെ യൂസ് ചെയ്യലുള്ളൂ. ഓക്കെ, അല്ല അതൊക്കെ ശരിയായിക്കാരം. പക്ഷേ അവനാൻ്റെ തടിയാണ്, അത് അവനാ നോക്കുക. പിന്നെ അധികം ഓർഗാനിക് ആവാനും ശ്രമിക്കലുണ്ട്. മാക്സിമം ഈ സാധനങ്ങളൊക്കെ പറ്റുമെങ്കിൽ ഒഴിവാക്കണം ബെറ്റർ കേട്ടോ. എല്ലാവരോടും പറയല്ല, എന്നോടും എല്ലാവരോടും കേൾക്കണോടൊക്കെ പറയല്ല. കാരണം എന്താ വെച്ചാൽ
നമുക്ക് ഒരുപാട് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. കാരണം ഇപ്പൊ കണ്ടില്ലോ ഓരോ വാർത്തയിലും കണ്ടില്ല നിങ്ങൾ ഓരോന്നിന്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങള് ഒക്കെ അങ്ങനെയാണ് ഇങ്ങനെ അടുത്ത ദിവസം ആയില്ല പറഞ്ഞു കേട്ടെ. ഹലോ ഹലോ അടക്ക് ഇത് പറയട്ടെ. അപ്പൊ എന്താ വെച്ചാല് പിന്നെ ഞാൻ താത്താനെ നാളെ ചീത്ത പറഞ്ഞു. അതായത് ഐശുവിന് ഇതേമാതിരി ഇങ്ങനെ ഇട്ട്, അതായത് ഓൽക്കൊരു പ്രായമാകുമ്പോൾ ഓൽക്ക് ഇടണം തോന്നുകയാണെങ്കിൽ ഇട്ടോട്ടെ. ഇപ്പം തന്നെ അതായത് ചെറിയ കുട്ടികൾക്ക് ഇത് ഇങ്ങനെ ഇട്ടുകൊടുത്ത് പിന്നെ ഇല്ലാതെ ഓൽക്ക് നടക്കാനും ജീവിക്കാനും കഴിയാത്തൊരവസ്ഥയാവും. അപ്പം എന്താ വെച്ചാൽ അതങ്ങനെ എന്ത് ചെയ്യണ്ട, ശീലാക്കി കൊടുക്കണ്ടാറിനാണ്ട് ഞാൻ ഓളോടൊന്ന് ചീത്ത പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ചെറിയ കുട്ടിയാണ്, ഇപ്പം തന്നെ ഇങ്ങനെ ഇട്ടെടുത്ത് ഓക്ക് ലാസ്റ്റ് ഈ സാധനങ്ങളൊക്കെ ഓരോ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. ഓള് വലുതാവുമ്പോൾ പിന്നെ ഓക്കത് ആവശ്യമില്ല. അതൊക്കെ ശരിയാണ് സുഹൃത്തെ, സംഭവം ശരിയാണ്. ഇതേമാതിരി അവനെ തടി കേടരുത്തിയോണ്ടല്ലോ ആകെ 10-20 കൊല്ലം ജീവിക്കുള്ളൂ. അതിനിടയിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ നടക്കാനല്ല. ഈ 60 കിട്ടൂല, അങ്ങനെ പ്രശ്നമുണ്ട്. അതിന്റെ മുമ്പ് വല്ല സ്കിൻ ക്യാൻസറോ അത്രയും തിന്മറിഞ്ഞിട്ട് അല്ല അതിന്റെ മുമ്പ് മരിച്ചു പോവാണ്. ഇതെന്താ വെച്ചാൽ ഇതിന് കുറ്റം വേറെ ഉണ്ട്. അതായത് അവനാന്റെ ശരീരം നമ്മള് നശിപ്പിക്കുകയാണ്, അതിന് കുറ്റം വേറെയാണ്. അത് പടച്ചതെന്ന് നടുക്കൂടെ ഉണ്ട്, ഒരു അരികൂടെ ഓടിക്കോളി പറയാനേ. അതായത് നാട് ഓടുമ്പോ നടുക്കൂടെ തന്നെ ഓടണമെന്നുണ്ടോ? ഒരു അരികൂടെ തന്നെ ഓടി അങ്ങനെ സേഫ് ആയി. നാട്ടിൽ പോയാൽ നടക്കണ്ട അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചോടുന്ന ഈയിടെ കുറച്ച് പഴഞ്ചൊല്ലുകൾ പഠിച്ചിക്കണല്ലോ. 25 സുഹൃത്തുക്കളെ Q&A പറയാൻ വേണ്ടിട്ട് മാത്രം നശിവ 10-25 പിന്നെ പഴഞ്ചൊല്ലുകളാണ് എഴുതി വെച്ചിരിക്കണെന്ന് പറഞ്ഞത്. ആ നോട്ട്ബുക്ക് ഒന്ന് കാണിച്ചു വേണ്ടിട്ടോ തരൂല. പിന്നെ അടുത്ത ചോദ്യം എബൌട്ട് തിരാൻ മുർഷി. തിരാന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ ഞാനും മുർഷിയും കൂടെ പിന്നെ സ്റ്റാർട്ട് ചെയ്ത ഒരു ചെറിയൊരു പരിപാടിയാണ് അല്ലേ. നാളെ അനാൻ്റെ വ്ളോഗിൽ നമ്മൾ കാണിച്ച ഒരു ചെറിയ റിസോർട്ട് സെറ്റപ്പ് പരിപാടി കാര്യങ്ങൾ ഇതൊക്കെയുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഇനി പിന്നെ ഒരു വ്ളോഗിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെക്കന്മാരെല്ലാവരും കിട്ടിയില്ല ഫ്രീ ആയിട്ട്. അപ്പോൾ എല്ലാവരും കിട്ടുമ്പോൾ നമ്മൾ അതിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞുതരും കാണിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം കൂറ്റമ്പാറയിലേക്ക് വരുന്നവരോട് ഇമ്മച്ചി ഇപ്പച്ചി ഇതൊക്കെയാണ് പിന്നെല്ലാം ചോദ്യങ്ങൾ വന്നിരിക്കണത്. അപ്പോൾ സുഹൃത്തുക്കളെ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ആദ്യം ഇമ്മച്ചിനെ ഇപ്പച്ചിനെ കുറിച്ച് പറഞ്ഞുതരാം. അതായത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മളെ ഫസ്റ്റ് മുതൽ കാണുന്ന ആൾക്കാർ ഈ വ്ളോഗിലുണ്ടാവും, ഇന്നലെ മുതൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയ ആൾക്കാർ ഈ വ്ളോഗിലുണ്ടാവും. അപ്പോൾ ആദ്യം മുതൽ കൂടിയ ആൾക്കാർക്കൊക്കെ നമ്മളറിയാം. അതായത് യൂട്യൂബ് തുടങ്ങുന്ന സത്യം പറഞ്ഞാൽ അന്നൊക്കെ യൂട്യൂബ് തുടങ്ങുന്നത് 2 വർഷം മുമ്പാണ്. പക്ഷേ അതിനു മുമ്പേ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടായി. അന്ന് മുതൽ നമ്മൾ കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ ഈ വ്ളോഗിലുണ്ടാവും. അതായത് 2018 ആ സമയം മുതൽ അന്ന് മുതൽ കാണുന്നവർക്ക് അറിയാം ഇപ്പച്ചി ഇമ്മച്ചി ഇപ്പം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അന്ന് നമ്മളെ കൂടെ ഉള്ളത്. കുറേ ആളുകൾക്ക് പുതിയ വരുന്ന സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ പുതിയ അറിഞ്ഞു വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതൊരു പുതുമയായിട്ട് തോന്നും. പക്ഷേ അന്ന് മുതലുള്ള ആളുകൾക്ക് അറിയാം ഇപ്പച്ചി ഇമ്മച്ചി അന്ന് എങ്ങനെയാണ് നമ്മളോട് ഉള്ളത്, ഞങ്ങളോട് എല്ലാവരോടും ഉള്ളത്. അന്ന് സർക്കിളൊന്നും നമ്മളത് ഇത്ര വലിയ സർക്കിളൊന്നും അല്ല, അന്ന് നമ്മളാകെ കുറച്ച് ആൾക്കാരുള്ളതിന്. പക്ഷേ ആ ഉള്ള ആൾക്കാരോട് എങ്ങനെയാണോ ഇപ്പച്ചി ഇമ്മച്ചി ഉള്ളത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ള ആൾക്കാരോടും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ അനുവിൻ്റെ കേസിൽ മാത്രമല്ല നമ്മളൊക്കെ കാര്യത്തിലായാലും എന്താ പറയുക, അതായത് അനുവിൻ്റെ ഉമ്മച്ചി ഇപ്പച്ചി ആണെങ്കിലും നമ്മളൊക്കെ ഉമ്മച്ചി ഇപ്പച്ചി തന്നെയാണ്. അങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യലും നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരലും ചെയ്യലൊക്കെ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതായത് ഇപ്പച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു ആളാണ്. ഞാൻ അത്ര അധികം സ്നേഹിക്കും ബഹുമാനിക്കുകയൊക്കെ ചെയ്യണ ഒരു ആളാണ് ഇപ്പച്ചി കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സംസാരിക്കണത്, ഇപ്പച്ചിനോട് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അത് നമുക്ക് കുറേ നല്ല കാര്യങ്ങളോ എല്ലാം നമുക്ക് പറഞ്ഞു തരും, കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ നമുക്ക് ഓരോ അങ്ങനെ ചെയ്തുകൂടെ എങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു തരും. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓരോ കാണുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ ഇന്ററാക്ഷന് വന്നിട്ടില്ല, പക്ഷെ അവരെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പച്ചിനെ, എപ്പോഴും ചിരിച്ചിട്ടാ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതാക്കണമൊക്കെ ഇപ്പച്ചിൻ്റെ ഓരോ കാര്യങ്ങളും എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഓരോ രീതികളും കാര്യങ്ങളും ഇതൊക്കെ ഭയങ്കര ഒരു നാക്കാണ് അങ്ങനെ കൊണ്ടുനടക്കാന്ന് പറഞ്ഞാൽ. അതേപോലെ ഉമ്മച്ചി ഞാൻ പറയലില്ല, അതായത് നമ്മളെ ഒന്നും പറയാല്ല. ഇപ്പൊ അനൂനിയും അഫിനെയും ഈച്ചൂനിയും ഒക്കെ കാണുന്ന പോലെ തന്നെയാണ് നിങ്ങളെയും ട്രീറ്റ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും കാണുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ എന്താ കാട്ടിൽ വെച്ചാൽ ഇപ്പം ഞങ്ങളെല്ലാവരും അവിടെ കൂടുതലുണ്ടല്ലോ, കുറ്റന്മാർ ഞങ്ങളെല്ലാവരും കൂടുന്ന സമയത്ത് ഞാൻ എന്നോട് ഉമ്മ അറിയും പാവുണ്ട് അത് അവിടെ കടന്ന് നിങ്ങളെല്ലാവരും അവിടെ ചെല്ലുമ്പോൾ അടങ്ങാറായി ഇതാവുന്നൊക്കെ പറയുമ്പോൾ വരാം. അപ്പം ഞാൻ എന്ത് കേട്ടും
കടക്കാൻ നേരത്തെ ഞാൻ മെല്ലെ ഇങ്ങോട്ടോട് പോരും. എന്നിട്ട് പിന്നെ ഞാൻ പിറ്റേന്ന് എല്ലാവരും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലും. അതായത് അതെന്താ വെച്ചാൽ എൻ്റെ ഒരു ഭാരെങ്കിലും അവിടെ കുറഞ്ഞോട്ടെ എഴുതി പോരുന്നതാണ്. അത് ഞാൻ പോയി എഴുതി അല്ലെങ്കിൽ ഞാനവിടെ നിന്ന് എഴുതി ഒന്നുമില്ല കേട്ടോ. നമുക്ക് പള്ള നിറച്ച് അതിൻ്റെ അപ്പുറം തിന്നാനും ഉണ്ടാവും. നമ്മളങ്ങനെ ട്രീറ്റ് ചെയ്യണം, എല്ലാം ചെയ്തു തരും ചെയ്യും. പക്ഷെ അതുകൊണ്ടല്ല. അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഓൾറെഡി ഇപ്പോൾ മറ്റോലൊക്കെ ദൂരത്തുനിന്ന് വരുന്നതാണ്. നമ്മളെ കൂടെ അല്ലേ എല്ലാവരും ദൂരത്തുള്ള ആളുകളാണ്. സൽമാൻ, നിയാൽ, ഷാനു എല്ലാവരും ദൂരത്തുള്ള ആളുകളാണ്. അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്തില്ലേ നമ്മളെ വീട്ടിലേക്ക് ഒന്ന് പോവാം. പിന്നെ ഞങ്ങളവിടെ എല്ലാവരും ഉണ്ടായി നിർബന്ധ സാഹചര്യത്തിൽ അവിടെ നിൽക്കലുണ്ട് കേട്ടോ. അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷെ പരമാവധി ആ ഒരു ഭാരം കുറച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ടെന്ന് മാത്രം. സംഭവം എന്താ വെച്ചാൽ നമുക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് എഴുതിയാണ്ട് അയറ്റുകളങ്ങനെ ഇടങ്ങാറാക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു സംഭവം ശ്രദ്ധിക്കണം. ഇന്നോട് അരിച്ച് ഇങ്ങോട്ട് പോകുന്നോണ്ട് വെറുതെ അതിനെ ഇടങ്ങാറാക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ എനിക്കൊരു ഇടങ്ങാറാണ് അങ്ങനെ പറയുമ്പോൾ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് പോരും, കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. പിന്നെ എല്ലാത്തിനും ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഇപ്പച്ചിനെയും ഇമ്മച്ചിനെയും കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞെന്താ വെച്ചാൽ പിന്നെ ഇതിൽ കൂറ്റമ്പാറയ്ക്ക് കുറേ ആൾക്കാർ എന്തെങ്കിലും വരലുണ്ട്. ഇമ്മച്ചിൻ്റെ കേസൊക്കെ സത്യം പറഞ്ഞാൽ പാവാണ് കേട്ടോ. അതായത് രണ്ടാൾ സ്കൂളിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു ദിവസം ഞാനവിടെ വൈകുന്നേരം പിന്നെ അനുവിൻ്റെ ഒരു സാധനം കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പം ഓൾറെഡി ക്ഷീണിച്ച് തളർന്ന് അന്ന് സ്കൂളിൽ എന്തൊക്കെ പരിപാടി ഞാൻ വന്ന് തളർന്ന് കിടക്കുകയാണ്. അതിലുണ്ട് കാണാൻ ആരൊക്കെ പുറത്തുനിന്ന് ആരൊക്കെ വന്നിക്കണ്. അതായത് അനുവിനെ കാണാനെന്നൊക്കെ പറഞ്ഞ് വന്ന ആൾക്കാരാണ് കേട്ടോ. അമ്മച്ചിക്ക് സത്യം പറഞ്ഞാൽ തലയൊക്കെ വേദന എടുത്തിട്ട് ആ സോഫയിൽ നിന്ന് തല പൊക്കാൻ വയ്ക്കണില്ല. എന്നിട്ടും അവിടുന്ന് വന്ന ആൾക്കാരുടെ അടുത്തേക്ക് എണീറ്റ് ചെല്ലുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ സജഷൻ പറഞ്ഞിട്ടാണ്, ഇങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, അനുവിനെ കാണണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് പോകണ കാരണം ബെറ്റർ. ഇനിയിപ്പോൾ ഇപ്പം ചിമ്മച്ചിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ മരുന്നും കാര്യങ്ങളൊക്കെ പല ഇതിനൊക്കെ കഴിക്കുന്ന ആളുകളും അതിൻ്റെതായ ക്ഷീണം ഉണ്ടാവും. പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടാൽ അതേമാതിരി ഒരു ദിവസം രാത്രി ഉണ്ട് കുറച്ച് ചെക്കന്മാർ വന്നിക്കണേ. അപ്പം ഒരു ഇതേമാതിരി രാത്രി 1:30 വന്നിക്കണത്. എന്നിട്ട് അന്ന് ഞങ്ങളവിടെ ഉണ്ട്, ഞങ്ങൾ കളി കണ്ട് ഉത്തരക്ക് എന്താണ്. എന്നിട്ട് ഒരു വീടിൻ്റെ മുന്നിൽ എന്ത് ചെയ്യണേ, ഹോണടിക്കുകയാണ്. വണ്ടി ഹോണടിക്കണം. ഒരു രസത്തിൽ ചെയ്യണേക്കാരം. നമ്മളും ഒരു രസത്തിലൊക്കെ എടുക്കും കേട്ടോ. പക്ഷേ അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഇപ്പച്ചിൻ്റെ ഇമ്മച്ചിൻ്റെ ഉറക്കന്ന് ഒരു ഉറക്കത്തിൽ നിന്ന് എണീറ്റും. അത് നമ്മൾ നേരെ മേലെ ഉണ്ട്, നമ്മൾ എണീറ്റാലും നമുക്ക് ഒരു പ്രശ്നമല്ല കേട്ടോ. പക്ഷേ ഇപ്പച്ചി ഇമ്മച്ചി പറഞ്ഞാൽ ഇങ്ങനെ മരുന്ന് കുടിച്ച് അസുഖത്തിനൊക്കെ മരുന്ന് കുടിക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ. അപ്പം ഓരോ ക്ഷീണത്തിലൊക്കെ കടന്നുറങ്ങാൻ പിറ്റേന്ന് രാവിലെ സ്കൂളിൽ പോകണം, ഓരോ ഉറക്ക് നഷ്ടപ്പെടുന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഒരു ഇത് തോന്നിയത്. അപ്പം സത്യം പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന ആളുകൾ എന്ത് ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി. അതേപോലെ ഇന്നാൾ കണ്ടില്ലേ, ഇതേമാതിരി വീട്ടിൽ ആരില്ലാത്ത സമയത്ത് ഒരാൾ നല്ല ഉള്ളിൽ കയറിയാണ് കടന്നുറങ്ങിക്കണേ. അനു ഒരു ദിവസം പറഞ്ഞേക്കണത്. അപ്പം ഈ വരുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക ഒക്കെ ചെയ്താൽ ഓൽക്കതൊരു വലിയ സഹായമാവും. അത് വലിയൊരു സഹായമായി ചെയ്തു കൊടുക്കണേ എനിക്ക് തോന്നുന്നു അങ്ങനെ. കാരണം ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ, അതായത് ഓല് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ട് വന്നിരിക്കുക. ആ സ്കൂൾ വിട്ട് വന്ന് പിറ്റേന്ന് രാവിലെ വരല്ലേ ജസ്റ്റ് ഓരതായ ഒരു സമയത്താണ് അവിടെ ഫ്രീ ആയിട്ടിരിക്കുക. അപ്പം നമ്മളിങ്ങനെ ഒന്നാമത് എന്താ വെച്ചാൽ അനു വീട്ടിലുണ്ടാവില്ല. കാണാൻ വരുന്ന ആൾക്കാരോട് എനിക്ക് പറയുന്നത്, അനു എന്തായാലും വീട്ടിലുണ്ടാവില്ല. കാരണം ഈ മാസം കഴിഞ്ഞ ഞാൻ തന്നെ പോനെ കണ്ടിട്ട് ഒരു 3 ആഴ്ചത്തോളമായി നേരിട്ട് കണ്ടിട്ട്. എൻ്റെ ബർത്ത്ഡേ അല്ലേ അന്ന് പോയതാണ്, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു. അതായത് പിന്നെ എനിക്കൊന്നെ കാണാൻ കിട്ടിയില്ല. കാരണം നിൽക്കാതെ ഇന്നലെ രാത്രി എനിക്ക് അയച്ച മെസ്സേജ് അതിൻ്റെ ഫോണിലപ്പോൾ വ്ളോഗ് എടുക്കണം, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്തിന്. അതായത് നിൽക്കാതെ ഓടുകയാണെന്നൊക്കെ പറഞ്ഞാണ്ട് മറ്റേ കരയുന്ന സിമ്പലൊക്കെ ഇട്ട് എനിക്ക് തന്നെ ഇടങ്ങാറായി കണ്ടിട്ട്. വന്നിട്ട് കാണാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മെസ്സേജ് അയച്ചിരിക്കണം ഇങ്ങോട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഓൻ്റെ അവസ്ഥ പറഞ്ഞാൽ അങ്ങനത്തെ അവസ്ഥയാണ്. ഓൻ്റെ ബോഡിയും ആകെ ഇതാണ്. കാരണം നിൽക്കാതെ അലച്ചിലാണ്, നിൽക്കാതെ പരിപാടിക്കും ഓരോ സ്റ്റേജിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാം നമ്മൾ അനുഗ്രഹമാണ് കേട്ടോ. അതായത് അങ്ങനെ പരിപാടി കിട്ടുക, നിങ്ങളെപ്പോലെ ആളുകൾ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചെന്ന് മാത്രം. അത് ഉപ്പച്ചിക്കും ഉമ്മച്ചിക്കും അത് ചിലപ്പോൾ നമ്മൾ സന്തോഷത്തിനേക്കാളും ചിലപ്പോൾ ഒരു ശാരീരികമായിട്ട് ഒരിക്കലും ബുദ്ധിമുട്ട് തന്നെ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതെന്ന് തോന്നുന്നു എനിക്ക്. അതേമാതിരി ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ വരും, ദൂരത്തുനിന്ന് വരികയാണ് കണ്ണൂരിൽ നിന്ന്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ചെല്ലുന്ന ആളുകൾക്ക് നമ്മൾ ഒരു കൂട്ടരേക്കാരം അല്ലെങ്കിൽ ഒരാൾക്കാരേക്കാരം. പക്ഷെ നിങ്ങൾ പോയാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത ടീമോടെ വരുന്നുണ്ട്. അങ്ങനെ നിൽക്കാതെ നമ്മളൊരു വീട്ടിലേക്ക് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ആലോചിക്കുക. അതും സുഖമില്ലാതെ നിൽക്കുന്ന സമയത്തും കൂടിയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ഒരു ബുദ്ധിമുട്ടാവില്ല. ആരാണെങ്കിലും എല്ലാവരും മനുഷ്യന്മാരല്ലേ.
അപ്പം അനുവിനെ കാണാൻ എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെറ്റർ പരിപാടിയുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യുക, അങ്ങോട്ട് പോവുക. അല്ലെങ്കിൽ ബൈ ചാൻസിൽ എവിടെന്നെങ്കിലൊക്കെ ഇൻഷാല്ലാ കാണും അല്ലേ, എവിടെന്നെങ്കിലൊക്കെ ആയിട്ട് എല്ലാവരും കാണും. അപ്പം അങ്ങനെ ചെയ്തത് നല്ല ഇക്കാരം എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പം പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് മാനിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ നന്നാവും കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പച്ചിനെയും ഇമ്മച്ചിനെയും കുറിച്ചും ഒക്കെ പറയാനുള്ളത്. നമ്മളിനി അടുത്ത ചോദ്യത്തിൽ കിടക്കുന്നത് വെച്ചാൽ കുറേ ആൾക്കാർ ചോദിച്ച വേറൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നില്ല അല്ലേ. അതാണ് പിന്നെ ഒന്ന് ഒരു ചോദ്യം. ഫ്രണ്ട്ഷിപ്പ് ഫാമിലി രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതുവരെയായിട്ട് പറഞ്ഞതാണ്. പിന്നെ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഫ്രണ്ട്ഷിപ്പിൽ വിള്ളൽ വരാൻ പെട്ടെന്നുണ്ട്. അപ്പം നമ്മൾ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധ വെക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്കിപ്പോൾ നാട്ടിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ അല്ലാതെ നിങ്ങൾ എല്ലാവരും കാണുന്ന ഞങ്ങളെ ഈ ഒരു സർക്കിളുണ്ട്, പിന്നെ നമ്മൾ കൂടെ പഠിച്ചത് വേറെ, അങ്ങനെ വേറെ ഫ്രണ്ട്സ്, അങ്ങനെ പല ടൈപ്പ് ഫ്രണ്ട് സർക്കിൾ നമുക്കുണ്ടാവും. ഏത് ഫ്രണ്ട് സർക്കിൾ ആയിക്കോട്ടെ, ഞാൻ പറയുന്ന ഒരു ഒറ്റ സാധനം തോള്ളൂ, അതായത് നമ്മൾ ഈ സാമ്പത്തിക ഇടപാടുമ്പോഴാണ് കൂടുതലും ഫ്രണ്ട്ഷിപ്പ് എന്ത് ചെയ്യുക, ബിസിനസ് പാർട്ട്നേഴ്സ്. അതേമാതിരി അല്ലാത്ത മറ്റിതിൽ പൈസയാണ് എല്ലാവരും പ്രശ്നം അല്ലേ. രാവിലെ ആയി വൈകുന്നേരം വരെ ആയി ഈ കണ്ട മനുഷ്യന്മാർ മുഴുവൻ നേരം വെളുത്ത് വൈകുന്നേരം വരെ ഈ ഓടുന്നത്, നമ്മളെ കൺമുഴുക്കൂടെ ഇങ്ങനെ ഓടുന്നത് എല്ലാവരും എന്തിനാണ്, പൈസക്കാണ്. അല്ലാതെ ആരെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറുതെ പണിക്കോണല്ലോ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവരും അൾട്ടിമേറ്റ് ആവശ്യം എന്ന് പറയുന്നത് പൈസ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ അത്യാവശ്യം വരുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ പൈസയും കാര്യങ്ങളും ഇതൊക്കെ വാങ്ങും ഒക്കെ ചെയ്യും അല്ലേ. ചെറിയ എല്ലാവരും ഇപ്പം പല ആവശ്യങ്ങളും പല ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പൈസയൊക്കെ വാങ്ങും. പക്ഷെ നമ്മൾ വാങ്ങിയാൽ മാത്രം പോരാ, ഈ വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പം ഞാൻ നമ്മളെ വേറൊരു ഫ്രണ്ട് സർക്കിളിൽ ഞാൻ ഈ അടുത്ത് കണ്ട ഏറ്റവും വലിയൊരു പ്രശ്നമാണത്. അതായത് ഒരു പൈസയുമായി ബന്ധപ്പെട്ട് അത്രയും കാലത്തെ ബന്ധമുള്ള ഫ്രണ്ട്സാണ് എന്ത് ചെയ്തത്, ഇപ്പോൾ തെറ്റിയിരിക്കണത്. അപ്പോൾ എന്താ വെച്ചാൽ അത് ഭയങ്കര ഇതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു ഡേറ്റ് പറഞ്ഞ ഒരാളുടെ അടുത്ത് നിന്ന് ഒരു പൈസ ഒരു ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിൻ്റെ തലേന്ന് പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആ പൈസ അല്ലെങ്കിൽ ആ ഒരു സംഭവം വാങ്ങാതെ നോക്കുക. അതാണ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. പരമാവധി വാങ്ങാതെ നോക്കുക, നമ്മൾ സ്വന്തം എല്ലാം സെറ്റാക്കുക നോക്കുക. ഇനി സിറ്റുവേഷനാണ്, പലർക്കും പല സിറ്റുവേഷൻ വരും. ചിലവരുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിന്, അതായത് ആർഭാടത്തിന് വേണ്ടി പൈസ കടാക്കണം. ഇത് അത്യാവശ്യം വരുമ്പോ ഉള്ള കാര്യമായിട്ടോ പറയണത്, അതിനാണല്ലോ നമ്മളിത് വാങ്ങണത്. അല്ല അത്രയും അത്യാവശ്യമാണെന്ന് തോന്നുന്നത്. അതായത് നമുക്ക് ആ സാധനം ഇല്ലെങ്കിൽ പറ്റൂല, അല്ലെങ്കിൽ അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് തോന്നുന്ന സാധനങ്ങൾക്ക് മാത്രം പൈസ ചെലവാക്കുക. അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ പൈസ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചെലവാക്കി കുഴപ്പമില്ല. ഇങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് പറഞ്ഞ ഡേറ്റിൽ കൊടുക്കണം. കാരണം നിങ്ങൾ ഈ ഡേറ്റിൽ കൊടുക്കുന്ന വിചാരിച്ച് ജോലി പല ആവശ്യങ്ങളും മനസ്സിൽ കരുതി നിൽക്കുന്ന ആൾക്കാരേക്കാരം. അപ്പോൾ അത് മൊത്തം ബ്ലോക്ക് അവിടെ. അങ്ങനെ ഒരു ഇത് അവിടെ വന്നു കഴിഞ്ഞാൽ, ചെറിയ പൈസക്കാണെങ്കിൽ ആൾക്കാരെ ചിലപ്പോൾ ഒഴിവാക്കി വിടും, പക്ഷെ വലിയ എമൗണ്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അങ്ങനെയാണ് പല ബന്ധങ്ങളും. ഒരു 100-ൽ 60-70% സുഹൃത്ത് ബന്ധങ്ങളും തെറ്റൽ സംഭവം എങ്ങനെയാണ്, ഈ ഒരു പൈസയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ബാക്കിയുള്ള കാരണങ്ങൾ കൊണ്ട് തെറ്റാണ്, ബാക്കി 30% ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ എന്താ വെച്ചാൽ നമ്മളൊന്നും ഇങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ട് ആവരുത് നമ്മളെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കരുത്. ഇന്ന് ഞങ്ങളെ കൊണ്ട് കഴിയണമൊക്കെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കും വേണം. ഞാൻ എൻ്റെ മനസ്സിലെടുത്തൊരു ഇതാണ്, ചിലപ്പോൾ നമുക്ക് സാമ്പത്തികപരമായിട്ട് കഴിയൂല, അപ്പം നമ്മളെ ശരീരം കൊണ്ട് പറ്റണ എന്തൊക്കെയാണ്, നമ്മളെ തടി കൊണ്ട് പറ്റണ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ ഓർക്ക് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഓരോ ഫാമിലിക്ക് ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. എല്ലാവർക്കും ഇപ്പോൾ പൈസ കൊണ്ട് മാത്രമല്ല സഹായിക്കാൻ പറ്റുക, പല രൂപത്തിൽ നമുക്ക് നമ്മളെ ഫ്രണ്ട്സിനെ സഹായിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളൊന്നും നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ടി ഇരുന്നാണ്ട് ഇതൊക്കെ ഇങ്ങോട്ട് കിട്ടണമെന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിക്കരുത്. ഇങ്ങോട്ട് കിട്ടും കിട്ടും. എന്താ വെച്ചാൽ നമ്മൾ അങ്ങോട്ട് ചെയ്താൽ ഓട്ടോമാറ്റിക് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അത് കിട്ടണമെന്ന് പ്രതീക്ഷിക്കാണ്ട് എന്ത് ചെയ്യരുത് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതെന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകും. കുറേ എന്താ വെച്ചാൽ നമ്മളെ ക്യൂആൻ എന്ത് ചെയ്യാണ് ഇവിടെ എൻഡ് ചെയ്യണം. ഒരു വിധപ്പെട്ട എല്ലാ ചോദ്യത്തിനും ഈ സെക്കൻഡ് പാർട്ടിലൂടെ നമ്മൾ മറുപടി പറഞ്ഞു. സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ? സബ്സ്ക്രൈബേഴ്സിന് അഡ്വൈസ് തരാനുണ്ടോ ചോദിച്ചാൽ, ഇപ്പം നമ്മളിവിടെ വ്ളോഗ് ചെയ്യുന്നുണ്ട്, വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അഡ്വൈസ് ഇത്ര തന്നെ ഉള്ളൂ, ഇതിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ചെയ്യുന്ന വ്ളോഗുകളിൽ നിന്നും റീലുകളിൽ നിന്നൊക്കെ ഇപ്പം നമ്മളത് കുട്ടികൾ കാണും, പ്രായമുള്ളവർ കാണും, അപ്പോൾ ഒക്കെ കാണുകയാണ്. അപ്പം നമ്മൾ ചെയ്യണീലൊക്കെ ഈ കാണുമ്പോൾ നമ്മൾ കുറേ ആൾക്കാരെ ഒരു കമൻറ്റ് ചെയ്യാൻ കണ്ടിന്യൂ, നിങ്ങളെ ലൈഫൊക്കെ എന്താ അടിപൊളിയാ അങ്ങനെ കുറഞ്ഞു കണ്ടുള്ള കമൻറ്റ്. അപ്പോൾ അങ്ങനൊന്നും വിചാരിക്കരുത്. എല്ലാവരും ലൈഫിൽ പ്രശ്നങ്ങൾ, പിന്നെ മനുഷ്യന്മാരാണ് എല്ലാവരും ലൈഫിൽ. ഇപ്പോൾ ബാസിൽക്ക് അന്ന് തന്നെ പറഞ്ഞു, ഇപ്പം നമ്മളെ വീട്ടിൽ ഇപ്പം നമ്മൾ പോരിന് അടി എടുക്കുക, നമ്മളത് അത്രേ ഉള്ളൂ. നമ്മളെ ഭയങ്കര ഹാപ്പിയാണ്, നമ്മൾ ഭയങ്കര എല്ലാം
നല്ല രീതിയിൽ ജീവിക്കണമെന്ന് വിചാരിക്കേ ഇത് ഇന്നാളെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞു, മനുഷ്യന്മാരാണോ പ്രശ്നം ഉണ്ടാവും. ഫുള്ള് ഒരു പ്രശ്നമല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് ദുനിയാവിൽ കാണിച്ചു തരാൻ കഴിയില്ല. അഡ്വൈസിന്റെ അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഫോളോവേഴ്സ് ആയില്ല അല്ലെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത ആളോട് തരാനുള്ള അഡ്വൈസ് എന്താ വെച്ചാൽ, നമ്മൾ വ്ളോഗ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കൊള്ളേണ്ടത് മാത്രം കൊള്ളുക, തള്ളേണ്ടതൊക്കെ എന്ത് ചെയ്യുക, തള്ളുക. അപ്പോൾ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പറയണതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങൾ ഒഴിവാക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമില്ല മാത്രം എടുക്കുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവരോടും പറയാനുള്ളത്. പിന്നെ എന്താ വെച്ചാൽ പരമാവധി നമ്മൾ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, ഈ വ്ളോഗും ഇതൊക്കെ ഇടുമ്പോഴും കാര്യങ്ങളൊക്കെ. കാരണം പല ഏജിലുള്ള പല ആളുകൾ നമ്മളതൊക്കെ കാണുന്നതാണ്. അപ്പോൾ അതിൽ നിന്നൊരു നെഗറ്റീവ് സാധനം ആർക്കും പോയരുതെന്നില്ല, എപ്പോഴും ഒരു മനസ്സിൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യൽ. പിന്നെ മനുഷ്യനാണ്, അറിയാതെ പല തെറ്റും പറ്റി പോകും. അപ്പോൾ അങ്ങനെ വരുന്ന തെറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതാണെങ്കിൽ അത് ഒഴിവാക്കണം. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഒഴിവാക്കണം. ആ കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടിനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മളെ ഫ്രണ്ട്സിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ അനുവിനെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അത് അനു ഇല്ലോണ്ടാണ് ഇപ്പോൾ നിങ്ങൾ നമ്മളെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആളുകളും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ വ്ളോഗിലൂടെ ഇതിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യണം അതേപോലെ നിങ്ങൾ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ Q&A നമ്മളിത് അവിടെ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ Q&A ഇനി ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞിരിക്കണേ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നല്ല വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വീണ്ടും വരണ്ടേ.